നമസ്കാരം. എൻ്റെ പേര് ശ്യാംപ്രസാദ് എന്നാണ്. ഇദ്ദേഹം അത്താലൂർ ശിവദാസാണ്. ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം പാലക്കാട് ജില്ലയിൽ കൂടൂര് പാലപ്പറ്റ എന്നുള്ള സ്ഥലത്ത് 1250 വർഷമായിട്ട് സ്ഥിതി ചെയ്യുന്ന ഈ മഹാക്ഷേത്രം കഴിഞ്ഞ 2008 മുമ്പ് 90 വർഷക്കാലം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു. പക്ഷേ ക്ഷേത്ര സമുച്ചയം നിലനിർത്തുവാനും അത് പൈതൃകം പോലെ സംരക്ഷിക്കുവാനും നമുക്ക് സാധിച്ചത് ഡോക്ടർ എൻ ഗോപാലകൃഷ്ണൻ സാറും സംപൂജ്യ സ്വാമി നിത്യാനന്ദ സരസ്വതി അവർ ഇവിടെ വന്ന് ആ പ്രതിഷ്ഠാകർമ്മങ്ങൾക്ക് തിരികൊളുത്തുകയും ചിത്രഞ്ചേരിയിലെ കോമളാമ്മ ദീപപ്രജ്വലനം നൽകിക്കൊണ്ട് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ എല്ലാവർക്കും ആ സാന്നിധ്യം നൽകിക്കൊണ്ട് ഇവിടെ ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം എന്നുള്ള നാമകരണത്തോടുകൂടി മുന്നോട്ട് പോകുന്നു. ഇവിടെ പ്രധാന ദേവനായിട്ട് ഇവിടെ ആനന്ദ മഹാഗണപതിയായിട്ട് ഗണപതി ഗാണപത്യ സങ്കല്പത്തിൽ നിൽക്കുന്നു. ഇവിടെ സാംബ പരമേശ്വരനായിട്ട് ശൈവ സമ്പ്രദായത്തിൽ കുടുംബസമേതത്തോടുകൂടി ഇരിക്കുന്ന സാംബ പരമേശ്വരൻ ശിവനായിട്ട് മഹാദേവനായിട്ട് പ്രദാനം ചെയ്യുന്നു. നന്ദിയോടുകൂടി ഇരിക്കുന്ന ശിവനെ നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഈ ശിവന് പൂർണ്ണ പ്രദക്ഷിണം, മഹാദേവന് പൂർണ്ണ പ്രദക്ഷിണം ചെയ്യാൻ സാധിക്കും. കാരണം പ്രത്യക്ഷ ഗംഗാപൂജ നടക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ്. അപ്പോൾ ഗംഗയെ മുറിച്ചു കടക്കാതെ തന്നെ പൂർണ്ണ പ്രദക്ഷിണം ചെയ്യാനും കുടുംബസമേതത്തോടു കൂടി ഇരിക്കുന്ന ബാണലിംഗ പ്രതിഷ്ഠയായതുകൊണ്ട് പൂർണ്ണമായിട്ടും പ്രദക്ഷിണം ചെയ്യാനുള്ള ഒരു മഹാക്ഷേത്രം കൂടിയാണ് മഹാദേവൻ്റെ. അതുപോലെ തന്നെ ദേവി പാർവതി രൂപത്തിൽ ത്രിപുരസുന്ദരി സങ്കല്പത്തോടുകൂടി ശാക്തേയ സമ്പ്രദായത്തിൽ ദേവി കയ്യിൽ താമരമുട്ടോടുകൂടി നിൽക്കുന്ന ദേവീ സങ്കല്പം ഇവിടെ കാണാം. ഏറ്റവും കൂടുതൽ ചൈതന്യവക്തായ ദേവീ സങ്കല്പം ശാക്തേയ രൂപിണിയായിട്ട് നമുക്കിവിടെ പൂജ ചെയ്തു വരുന്നു. മഹാവിഷ്ണു പൂർണ്ണ അവതാരം അമ്മയായ ദേവകിക്ക് കാണിച്ചു കൊടുക്കുന്ന അഞ്ജനശിലയിലെ മഹാവിഷ്ണു നവതാല ശിലാശാസ്ത്രം അനുസരിച്ചിട്ടുള്ള വിഗ്രഹ പ്രതിഷ്ഠ. അതേപോലെ തന്നെയാണ് ശാസ്താവ് ഇവിടെ അമൃതകലശത്തിൽ പത്മാസനത്തിൽ സൂര്യസ്ഥാനത്ത് സൗരസമ്പ്രദായം അനുസരിച്ച് സൂര്യസ്ഥാനത്തിരിക്കുന്ന സൂര്യദേവനായിട്ട് പ്രദാനം ചെയ്യുന്ന അമൃതകലശത്തോടുകൂടി ധന്വന്തരമൂർത്തിയായിട്ടിരിക്കുന്ന ശാസ്താവ്. അപ്പോൾ ഗാണപത്യം, ശൈവം, ശാക്തേയം, വൈഷ്ണവം, സൗരം 5 സമ്പ്രദായവും തുല്യമായിരിക്കുന്ന മഹാക്ഷേത്രമാണ് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം. പ്രത്യേകിച്ച് നോക്കിയാൽ നിളയുടെ തീരത്ത്, നിളയുടെ പ്രത്യേകത നമുക്ക് നോക്കുന്ന സമയത്ത് ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ശിവ ത്രിമൂർത്തി സങ്കല്പത്തിൽ നിന്നും വരുന്ന ജലാശയം അത് ശോകനാശിനിയായിട്ടും കണ്ണാടിപ്പോഴയായിട്ടും യാക്കരപ്പോഴയായിട്ടും ഇവിടെ എത്തുന്ന സമയത്ത് ഇവിടെ ഈ സാന്നിധ്യത്തിൽ ഈ ക്ഷേത്രത്തിൻ്റെ അടുത്തെത്തുമ്പോൾ വടക്കോട്ട് തിരിഞ്ഞൊഴുകുന്ന സങ്കല്പം നമുക്ക് കാണാൻ സാധിക്കും. പ്രത്യക്ഷ ഗംഗയായിട്ട് ഇവിടെ പൂജ നടത്തി ദിവസേന ഗംഗാരതി നടത്തി വരുന്ന സ്ഥലം കൂടിയായതുകൊണ്ടും 2008 മുതൽ കർക്കിട മാസത്തിലെ വാവുബലിക്ക് ഒട്ടനവധി ആളുകൾ എത്തിച്ചേരാനും തർപ്പണങ്ങൾ മന്ത്രജപത്തോടുകൂടിയും പറഞ്ഞ് മനസ്സിലാക്കി പിതൃക്കൾ ചെയ്യുന്ന കർത്തവ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എത്ര അനുഗ്രഹീതമാണ് എന്ന് മനസ്സിലാക്കാനും നമുക്കിവിടെ പിതൃതർപ്പണം നടത്തി വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഗോശാല, നാടൻ പശുക്കളെ സംരക്ഷിക്കുവാനും പഞ്ചഗവ്യം തുടങ്ങി ഭസ്മധാരണം വരെയുള്ള ആ സങ്കല്പം നമുക്ക് പൂർണ്ണമായിട്ടും ഇവിടെ ചെയ്തു വരുന്നു. ശുദ്ധമായ പാല് നമുക്ക് അഭിഷേകം ചെയ്തുകൊണ്ട് അവർക്ക് ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നൽകുവാനും നമ്മളിവിടെ പ്രദാനം ചെയ്യുന്നു. ഇവിടെ സാന്ദീപിനി സാധനാലയം ചാരിറ്റബിൾ ആൻഡ് വെൽഫെയർ ട്രസ്റ്റിൻ്റെ ഭാഗമായിട്ട് വേദഗുരുകുലം 26 കുട്ടികൾ യജുർവേദ മന്ത്രങ്ങളും പൂജാവിധികളും പഠിച്ചു വരുന്നു. ഇപ്പോൾ ഒട്ടനവധി മഹത്തായ വ്യക്തികൾ വന്ന് പാലക്കാട് പൈതൃക ജില്ല എന്നുള്ള പ്രഖ്യാപനത്തോടുകൂടി പാലക്കാടിൻ്റെ പൈതൃകത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ ഞങ്ങൾക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ഷേത്രത്തിൻ്റെ മഹത്വം. 1965 ശേഷം HRMC ബോർഡിലൂടെ മലബാർ ദേവസ്വമായിട്ട് മുന്നോട്ട് വന്ന ഒരു ക്ഷേത്രവും കൂടിയാണ്. പക്ഷേ പരിപാലനം ഇപ്പോൾ സാന്ദീപിനി ട്രസ്റ്റിൻ്റെ പേരിൽ മുന്നോട്ട് വയ്ക്കുന്നു. അപ്പോൾ പിതൃതർപ്പണം മുതൽ അന്ത്യേഷ്ടി കർമ്മങ്ങളെല്ലാം ചെയ്യുവാനും പൂജാതി കാര്യങ്ങളെല്ലാം മന്ത്രത്തോടുകൂടിയും സങ്കല്പത്തോടുകൂടിയും വരുന്ന ഭക്തജനങ്ങൾക്ക് ചെയ്തു കൊടുക്കുന്ന ഒരു മഹാക്ഷേത്രമായിട്ട് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം പരിപാലിച്ചു വരുന്നു. വാദ്യകല ചെയ്യുന്നത് അത്താലൂർ ശിവദാസ് അവറുകളാണ്. അദ്ദേഹം ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്നും പഠനം നടത്തി ഈ ക്ഷേത്രത്തിൽ ചൊവ്വയും വെള്ളിയും തൻ്റെ ഇടയ്ക്കവാദ്യത്തോടുകൂടിയും മഹാ ഉത്സവങ്ങൾ നടക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തിമിലയും അതുപോലെ തന്നെ പഞ്ചവാദ്യത്തോടുകൂടി നമുക്കിവിടെ ആഘോഷങ്ങൾ നടത്തി വരുന്നതും ആ ആചാര്യൻ്റെ സാന്നിധ്യത്തിലാണ്. അഞ്ചുമൂർത്തി ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാനുള്ള ഒരു മാർഗം
പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അണച്ചാൽ നമുക്ക് ഒലവക്കോട് ജംഗ്ഷനിൽ നിന്നും നേരെ കാവിൽപ്പാട് വഴി മേപ്പറമ്പ് വഴിക്ക് നമുക്ക് രായിരിയിൽ എത്തിച്ചേരാൻ സാധിക്കും. രായിരിയിൽ നിന്നും കൊടുന്തിരപ്പള്ളി, അത്താലൂര്, കൂടൂർ പാലം കഴിഞ്ഞ് ജസ്റ്റ് ഒരു കിലോമീറ്റർ കൂടി കഴിയുമ്പോൾ പാലപ്പൊറ്റ എന്ന് പറയുന്ന ആനിക്കോട് സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. KSRTC നിന്നാണെങ്കിൽ KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നും നമുക്ക് മേഴ്സി കോളേജ് വഴിക്ക് വീണ്ടും രായിരി, കൊടുന്തിരപ്പള്ളി, അത്താലൂര് വഴിക്ക് നമുക്ക് എത്താൻ സാധിക്കും. നേരെ മറിച്ച് ഒറ്റപ്പാലം, പട്ടാമ്പി ഭാഗത്തുനിന്ന് വരുന്ന ആൾക്കാർക്ക് ഒറ്റപ്പാലം കഴിഞ്ഞ് പത്തിരിപ്പാല കഴിഞ്ഞ് മങ്കര എത്തുന്ന സമയത്ത് റൈറ്റിലേക്ക് പോലീസ് സ്റ്റേഷന് മുന്നിലൂടെ ഒരു വഴിയുണ്ട്, നേരെ പാലക്കാട് റൂട്ടിലേക്കാണ് വരുന്നത്. അവിടെ നിന്നും വരുന്ന സമയത്ത് മങ്കരയിൽ നിന്നും റെയിൽവേ ഗേറ്റ് കഴിഞ്ഞ് വാവള്ളിയാൽ, ഓടന്നൂര് തുടങ്ങി പാലപ്പറ്റ എന്ന് പറയുന്ന ആലിൻചോട്, പാലപ്പറ്റ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. അതേപോലെ തന്നെ കുഴൽമന്നം, തൃശ്ശൂർ ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ വടക്കഞ്ചേരി, ആലത്തൂർ ഭാഗത്തു നിന്ന് വരുന്നവർക്ക് കുഴൽമന്നത്ത് നിന്ന് ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ചുങ്കമന്നം വഴിക്ക് ആനിക്കോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയുന്ന ഒരു മഹാക്ഷേത്രമായിട്ട് ഇന്ന് മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാ വഴിക്കും എത്തിച്ചേരാൻ പറ്റുന്ന ഒരു പ്രധാന ക്ഷേത്രമാണ് പാലക്കാടിൻ്റെ. അപ്പോൾ പാലക്കാട് നമുക്ക് പൈതൃകത്തെ സംരക്ഷിക്കാനും പൈതൃക ക്ഷേത്രങ്ങളെ നിലനിർത്തുവാനും വേണ്ടിയിട്ടുള്ള ഒരു യജ്ഞമാണ് ആനിക്കോട് അഞ്ചുമൂർത്തി ക്ഷേത്രം നടത്തുന്നത്.